ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു ദി സെക്കൻഡ് ഡേ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പാർക്കിലെവിടേക്കോ ആണ്. പാർക്ക് മാത്രമല്ല, നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഏതോ സ്ഥലം ചിക്പേട്ട് ഓക്കെ, ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യണം എന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. ഓഫ്കോഴ്സ് ഇപ്പോൾ സമയം രാവിലെ 10:30 ആയി കഴിഞ്ഞു. ഇവിടുന്ന് ബസ്സുണ്ട്, നമ്മൾ ബസ്സിനാണ് പോകാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ബസ്സിൽ കയറി 2 ബസ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അവളുടെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ കയറിയിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പം നമ്മൾ അവളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നമുക്കിവിടെ നിയർ ബൈ ബസ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ. ഇതവിടുത്തെ ഏരിയാസാണ് കേട്ടോ. അപ്പോൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ് വന്ന് നമ്മൾ ബസ്സിൽ കയറിയിട്ടും കാര്യമില്ല. ഇവിടെ നമ്മൾ ഓട്ടോ എടുക്കേണ്ടി വന്നു. ഓട്ടോ എടുത്ത് 1 മണിക്കൂർ നീണ്ട ഉറക്കത്തിന് ശേഷമാണ് ഗൈസ് ഞങ്ങൾ കബൺ പാർക്കിലെത്തുന്നത്. കാര്യം അത്രയും ലോങ് ഡിസ്റ്റൻസ് ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കബൺ പാർക്കിലേക്ക് പോകുന്ന ആ ഒരു വേ ആണ് കേട്ടോ. ഞാനിത് അവിടെ ചുമ്മാ ഒരു മിറർ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും, എസ്പെഷ്യലി ഐഫോൺകാർക്ക് ഇത്തിരി തുള്ളൽ കൂടുതലല്ലേ മിറർ കണ്ടു കഴിഞ്ഞാൽ. അത് മാത്രമായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ പോണത് കബൺ പാർക്കിലേക്കാണ്. ഈ ചേട്ടൻ എന്തിനാണോ എൻ്റെ ഫ്രെയിമിൽ കയറി വന്നത് വെറുതെ എന്നേ. അപ്പോൾ ഇതാണ് നമ്മൾ കബൺ പാർക്കിലേക്ക് വന്നതാണ്. ഇവിടെ കുറേ അധികം കുട്ടികളിങ്ങനെ എക്സിബിഷനും മറ്റു കാര്യങ്ങൾക്കും, ഈ പറയുന്ന പോലെ ടൂറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നവരുണ്ട്. പിന്നെ നമ്മളുടെ നാട്ടുകാർ ഇവിടെ ഉണ്ടോയെന്ന് വെച്ചാൽ കേരളീയർ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളിൽ എന്തോ ഒരു പാർക്കിംഗ് സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ആക്ച്വലി രസമാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇതിനകത്ത് കാണാനായിട്ട്. അകത്ത് കാണാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ട്രെയിൻ ഇങ്ങനെ ഓടിക്കാനൊക്കെ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ കുറേയധികം ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. ആക്ച്വലി ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പല ആൾക്കാരും ഇവിടെ വരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട്, ഇവിടെ എന്തോ ഒരു അവധി കാരണം ഇവർ ക്ലോസ്ഡ് ആക്കിയിട്ടിരിക്കുകയാണ്. ഐ തിങ്ക് ക്രിസ്മസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ വ്ളോഗ് എടുക്കുന്ന ദിവസം ക്രിസ്മസ് ആണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ അതിനുള്ളിലേക്ക് കയറി കബൺ പാർക്കിൻ്റെ കുറേ സൗന്ദര്യ ഭംഗികൾ ആസ്വദിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിട്ടോ. വിട്ടാൽ മല്ലയ്യ റോഡ്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ റോഡിൻ്റെയൊക്കെ പേരുകൾ ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. സോ അതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇതിനുള്ളിലേക്കൊരു പാർക്കുണ്ട്. ആക്ച്വലി ഇതിനുള്ളിലേക്ക് എന്തോ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാർക്കും ഉണ്ട്. ഇതിവിടുത്തെ എന്തോ ഒരു സംതിങ്, എന്തോ ഒരു സംഭവമാണ്. ഇതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. കാര്യം ഞാൻ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഫെബ്രുവരി ലാസ്റ്റാണ്. ഞാനിത് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഡിസംബറിലാണ്. ഞാൻ എവിടേക്കോ പോയി എന്തൊക്കെയോ കണ്ടു എന്നല്ലാണ്ട് കറക്റ്റായിട്ട് സത്യം പറഞ്ഞാൽ ഇന്നും പലതും ഓർമ്മയില്ല. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ പേര് താഴെ കമൻറ്റ് കേട്ടോ, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഇത് ഷൂട്ട് ചെയ്യണം, ഇത് കാണിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ പിന്നെ നമ്മൾ ചിക്പേട്ടിൽ വന്നു. ഇവിടെ വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇവിടെ കറങ്ങി നമ്മൾ 2 ഡ്രസ്സ് വാങ്ങി. പക്ഷെ നമുക്ക് 2 പേർക്കും ഇത് ഇത്തിരി ടൈറ്റായിരുന്നു. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ വന്നിട്ടൊരു ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ ഇതേപോലെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും വാങ്ങി. പിന്നെ അവിടെ നമ്മൾ നേരെ പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നിട്ടുണ്ടായിരുന്നു. മെട്രോ കയറിയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോണത്. സോ നമ്മൾ അവിടെ നിന്ന് മെട്രോ കയറി പിന്നെ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോണത്. അപ്പോൾ ദാറ്റ് മച്ച് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. സോ ഇത് പാർട്ട് വൈസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി എല്ലാവർക്കും നെക്സ്റ്റ് പാർട്ടിൽ കാണാം കേട്ടോ. ബൈ. ഇതെങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ പോസൊക്കെ? അതിനിടയ്ക്ക് എനിക്ക് സൗന്ദര്യം ആസ്വദിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ.